ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം എനിക്കും അൽഹംദുലില്ലാഹ് സുഖമാണ്. അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ ഉണ്ടല്ലോ, പിന്നെ നമ്മളെ ജീവിതത്തിൽ നമുക്കില്ലേ എന്താ പറയുക, ഒരു അഭിമാനം ഇസ്സത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മളാരുടെ മുമ്പിൽ നമ്മളത് എന്താ പറയുക, പണയം വെക്കുക എന്ന് പറയില്ല, അത് നമുക്ക് ചെയ്യാൻ നമുക്കത് മനസ്സുണ്ടാവില്ലല്ലേ. അതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ്. അപ്പം അതേപോലെ ഞാൻ പറയുന്ന ദിക്ർ 205 തവണ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് ഒരാളുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വരില്ല. ഒരാളുടെ കാലിൻ്റെ ചുവട്ടിൽ നമ്മൾ പോകേണ്ടി വരില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പല രീതിയിൽ നമ്മൾ തല കുനിക്കേണ്ടി വരും. മക്കൾ കാരണം, നമ്മളെ സ്വഭാവം കാരണം, ഭർത്താവിൻ്റെ സ്വഭാവം കാരണം, പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ സ്വഭാവം കാരണമല്ലേ. അപ്പോൾ അതിനൊന്നും നമുക്ക് അള്ളാഹു ഈ ഒരു ദിക്ർ മുറുകെ പിടിച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ പഠിച്ചാൽ തരില്ല. അപ്പം വല്ലാത്തൊരവസ്ഥയാണല്ലോ അത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ട ഒരു അവസ്ഥ പഠിച്ചാൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ അല്ലേ. പിന്നെ ഞാനീ പറയുന്ന ദിക്ർ ഈ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയാണ് കേട്ടോ. പിന്നെ 205 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ പതിവാക്കണം. ഒരു നേരം ഏതെങ്കിലും പ്രാവശ്യം ചൊല്ലിയാൽ മതി കേട്ടോ. പിന്നെ സമയത്ത് ചെല്ലണമൊന്നുമില്ല. വുളു ഉണ്ടാക്കുക, ഇത് ചെല്ലുന്നതിന് മുമ്പ് എന്താക്കുക, വുളു ഉണ്ടാക്കുക. വുളു എടുത്ത് പിന്നെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കുക, കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് 205 തവണ, കൂടാനും പാടില്ല കുറയാനും പാടില്ല, ആ ഒരു കണക്കിനനുസരിച്ച് തന്നെ ശ്രദ്ധ വേറെ എവിടെയും പോവാതെ നമ്മൾ ഈ ഒരു ദിക്ർ, ഈ ഒരു അസ്മാഉൽ ഹുസ്ന ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളിനി എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാനോ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഗതികേട് നമുക്ക് പഠിച്ചു തരില്ല. അപ്പോൾ എല്ലാവരും അത് പിന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ എന്താ പറയുക, പിന്നെ ഒരു കാര്യം, 5 വക്ത് നിസ്കാരം ഖളാ നിസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് അതേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, നിസ്കരിക്കുക. മറ്റൊരാളുടെ മുമ്പിൽ നമ്മളൊരു മോശം സ്വഭാവം ആവരുത്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഇസ്മ കേട്ടോ, യാ മുഇസ്സു യാ അല്ലാന്ന്. ഇത് 205 തവണ ഒരാൾ ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ 2 തവണയും ഒരു ദിവസം 2 ദിവസം ഓതിയാൽ പോരാ, ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കുക. അതിനായിട്ട് ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നുണ്ട്, അത്ര മതിയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, വുളൂഹ് ചെയ്യുക. വുളൂഹ് ചെയ്തിട്ട് വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് നല്ല ഇസ്സത്തോടെ കൂടി ചെല്ലുക. പിന്നെന്താ, നിയ്യത്ത് പ്രധാനമാണ് കേട്ടോ. പഠിച്ചവനെ മരിക്കുന്ന കാലം വരെ എന്നെയോ എൻ്റെ മക്കളെയോ എൻ്റെ കുടുംബത്തിനെയോ എനിക്ക് ഒരാളെയും മറ്റുള്ളവരെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് നിയ്യത്തോടെ കൂടി ഇത് ചൊല്ലാനിരിക്കുക. ചെയ്ത് നോക്ക് നിങ്ങൾ. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാം.